Business Studies, Chapter 6, Social Responsibilities of Business and Business Ethics, Audio Overview. ബിസിനസ് സ്റ്റഡീസിലെ ആറാമത്തെ അധ്യായം, അതായത് ബിസിനസ്സിന്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ബിസിനസ് ധാർമ്മികതയും, ഇതിനെക്കുറിച്ചുള്ള ഒരു ഓഡിയോ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഈ ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മളൊരു പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ ഇത് പരീക്ഷയ്ക്ക് എന്തിനാണ് ഇത്ര പ്രാധാന്യം എന്ന് നമ്മൾ നോക്കും. പിന്നെ ഇതിലെ കുറച്ച് പ്രധാനപ്പെട്ട വാക്കുകൾ, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഈ അധ്യായത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചയുണ്ട്, അതായത് സാമൂഹിക ഉത്തരവാദിത്തം വേണോ വേണ്ടയോ എന്നുള്ളത്. അതിലേക്ക് നമ്മൾ കടക്കും. പിന്നെ ഒരു ബിസിനസ്സിന് ആരുടെയൊക്കെയാണ് ഉത്തരവാദിത്തമുള്ളതെന്ന് പഠിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷയിൽ എങ്ങനെ ഉത്തരമെഴുതി മുഴുവൻ മാർക്കും നേടാമെന്ന് ഞാൻ പറഞ്ഞു തരും. അവസാനം പഠിച്ചതെല്ലാം ഒന്നുകൂടി ഓർക്കാൻ ഒരു ചെറിയ റിവിഷനും ഉണ്ടാകും. അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ അധ്യായം പരീക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? സത്യം പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൽ നിന്ന് ഉറപ്പായും തിയറി ചോദ്യങ്ങൾ വരും. പ്രത്യേകിച്ച് ഒരു ബിസിനസ് സാമൂഹിക ഉത്തരവാദിത്തം കാണിക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യം. ഇത് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ഒരു ഓഡിയോ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഒന്നാമതായി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് കേട്ടാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയും. ഒരു ബിസിനസ്സിനെ ആരോടൊക്കെയാണ് കടമകളുള്ളതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ബിസിനസ് എത്തിക്സിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട്, ഈ വിഷയത്തിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിൽ എങ്ങനെ ഉത്തരം എഴുതണമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഈ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്കാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണിത്? ഒരു ബിസിനസ്സിൻ്റെ പ്രധാന ലക്ഷ്യമെന്താ? ലാഭമുണ്ടാക്കുക, അല്ലേ? എന്നാൽ അതിനും അപ്പുറത്തേക്ക് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കടമ കൂടി ബിസിനസ്സിനുണ്ട്. ഇത് നിയമം അനുസരിക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമാവും. ശ്രദ്ധിച്ചു കേൾക്കണേ. നിയമപ്രകാരം ഒരു ഫാക്ടറി സർക്കാരിലേക്ക് നികുതി അടയ്ക്കണം. അത് അവരുടെ നിയമപരമായ ഉത്തരവാദിത്തമാണ്. അതിനെ നമ്മൾ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. എന്നാൽ നിയമത്തിൽ ഒരിടത്തും പറയാത്തൊരു കാര്യം, ആ ഫാക്ടറി ആ നാട്ടിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്വന്തം ചെലവിൽ ഒരു പാർക്ക് നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് സ്വമേധയ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. വ്യത്യാസം മനസ്സിലായോ? അടുത്ത വാക്ക് ബിസിനസ് എത്തിക്സ്. നമ്മളൊരു കടയിൽ പോകുമ്പോൾ ചിലർ ന്യായമായ വിലയെ വാങ്ങുകയുള്ളൂ. പക്ഷേ വേറെ ചിലർ നമ്മളെ പറ്റിക്കാൻ നോക്കും, അല്ലേ? അവിടെയാണ് ഈ ബിസിനസ് എത്തിക്സിന്റെ പ്രാധാന്യം വരുന്നത്. ഒരു ബിസിനസ് എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്ന ചില ശരി തെറ്റുകളാണിത്. അതായത്, ഉപഭോക്താക്കളെ ചതിക്കാതിരിക്കുക, നല്ല നിലവാരമുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുക, ന്യായമായ വില ഈടാക്കുക. ഇതെല്ലാമാണ് നല്ല ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്നൊരു വാക്ക്, എൻവിറോൺമെന്റൽ പൊല്യൂഷൻ, അതായത് പരിസ്ഥിതി മലിനീകരണം. ബിസിനസ് പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാറുണ്ട്. പ്രധാനമായും 4 തരത്തിലാണിത് സംഭവിക്കുന്നത്. 1. ഫാക്ടറികളിൽ നിന്നൊക്കെ വരുന്ന കറുത്ത പുക, അത് വായുവിനെ മലിനമാക്കുന്നു. അതിനെ എയർ പൊല്യൂഷൻ എന്ന് പറയും. 2. ഫാക്ടറിയിലെ രാസവസ്തുക്കളൊക്കെ പുഴയിലേക്കും മറ്റും ഒഴുക്കിവിടുന്നത്, അത് വെള്ളം നശിപ്പിക്കുന്നു. വാട്ടർ പൊല്യൂഷൻ. 3. അപകടകരമായ മാലിന്യങ്ങൾ മണ്ണിൽ കൊണ്ടുപോയി തള്ളുന്നത്, അത് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നു. ലാൻഡ് പൊല്യൂഷൻ. 4. വലിയ മെഷീനുകളുടെയും വാഹനങ്ങളുടെയും നിർത്താതെയുള്ള ശബ്ദം, അത് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു. നോയ്സ് പൊല്യൂഷൻ. ശരി, അപ്പം നമ്മൾ അടിസ്ഥാനപരമായ വാക്കുകളൊക്കെ പഠിച്ചു. ഇനി ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം വരുന്ന ഭാഗമാണിത്. ചോദ്യം ഇതാണ്: ഒരു ബിസിനസ് ശരിക്കും സമൂഹത്തോട് ഉത്തരവാദിത്തം കാണിക്കണോ അതോ ലാഭം മാത്രം നോക്കിയാൽ മതിയോ? ഇത് വലിയൊരു ചർച്ചയാണ്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. നമുക്ക് 2 പക്ഷത്തിൻ്റെയും വാദങ്ങളൊന്ന് കേട്ടുനോക്കാം. ആദ്യം സാമൂഹിക ഉത്തരവാദിത്തം വേണമെന്ന് പറയുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ, ഓരോ പോയിന്റും പ്രധാനമാണ്. 1. ഒരു ബിസിനസ്സിന് ഈ സമൂഹത്തിൽ നിലനിൽക്കാനും വളരാനും സമൂഹത്തിന്റെ പിന്തുണ വേണം. അതുകൊണ്ട് സമൂഹത്തെ സേവിക്കേണ്ടത് അവരുടെ തന്നെ ആവശ്യമാണ്. 2. സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് നല്ല പേര് കിട്ടും. ഈ നല്ല പേര് ദീർഘകാലത്തേക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാൻ സഹായിക്കും. 3. ബിസിനസ്സുകൾ സ്വയം നല്ല കാര്യങ്ങൾ ചെയ്താൽ ഗവൺമെന്റ് വന്ന് കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ പറ്റും. 4. ബിസിനസ്സുകാരുടെ കയ്യിൽ പണവും കഴിവുള്ള ആളുകളുമൊക്കെയുണ്ട്. ഇത് സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിച്ചുകൂടെ?
5. നല്ലൊരു സമൂഹത്തിൽ മാത്രമേ നല്ല ബിസിനസ് നടക്കുകയുള്ളൂ. പ്രശ്നങ്ങൾ കുറവാണെങ്കിൽ ബിസിനസ് ചെയ്യാൻ എളുപ്പമാണ്. 6ാമത്തെ പോയിന്റ്, ഈ പരിസ്ഥിതി മലിനീകരണം പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാരാ? ബിസിനസ്സുകളാണ്. അപ്പോൾ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്ക് തന്നെയല്ലേ? ഇനി നമുക്ക് മറുഭാഗത്തിന്റെ വാദം കേൾക്കാം. സാമൂഹിക ഉത്തരവാദിത്വമൊന്നും വേണ്ട എന്ന് പറയുന്നവർ എന്താണ് കാരണം പറയുന്നത്? 1. ബിസിനസിന്റെ ഒരേ ഒരു ലക്ഷ്യം ലാഭം പരമാവധി കൂട്ടുക എന്നതാണ്. സാമൂഹിക കാര്യങ്ങളിൽ ഇടപെട്ടാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ അങ്ങ് മാറും. 2. ഈ സാമൂഹിക കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പണം വേണ്ടേ? ഈ പണം അവരെവിടുന്ന് കണ്ടെത്തും? ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയിട്ട് അതായത് ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. 3. സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ബിസിനസ്സുകാർക്ക് അറിയില്ല. അത് ചെയ്യേണ്ടത് സർക്കാരും മറ്റ് ഏജൻസികളുമാണ്. 4ാമത്തെ കാര്യം, ബിസിനസ്സുകാർ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നത് പൊതുജനങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അവർ അവരുടെ പണി ചെയ്താൽ മതി എന്നാണ് പലരും കരുതുന്നത്. ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പരീക്ഷയ്ക്ക് ഓർത്തുവെക്കാൻ എളുപ്പത്തിനു വേണ്ടി ആ 2 വാദങ്ങളും നമ്മൾ നേർക്കുനേർ വെച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അനുകൂലിക്കുന്നവർ പറയുന്നു ഇത് ദീർഘകാല ലാഭത്തിന് നല്ലതാണെന്ന്. മറുവശത്ത് പ്രതികൂലിക്കുന്നവർ പറയുന്നു ഇത് ഉപഭോക്താക്കൾക്ക് ഭാരമാകുമെന്ന്. ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ നന്നായി ഉറപ്പിക്കുക. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ മുതലാളിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒന്നല്ല. ആ ബിസിനസ്സുമായി പലർക്കും ഒരു ബന്ധമുണ്ട്. ഒരു സിനിമ പോലെയാണത്. അതിൽ നടൻ മാത്രമല്ലല്ലോ, സംവിധായകൻ, നിർമ്മാതാവ്, കാണികൾ എല്ലാവരും പ്രധാനമാണ്. അതുപോലെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഗ്രൂപ്പുകളെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം ആരോടെല്ലാമാണ് ഒരു ബിസിനസ്സിന് ഉത്തരവാദിത്തമുള്ളതെന്ന്. പ്രധാനമായും 4 ഗ്രൂപ്പുകളോടാണ് ഒരു ബിസിനസ്സിന് ഉത്തരവാദിത്തമുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1ാമത്തെ ഗ്രൂപ്പ് ഷെയർ ഹോൾഡർമാർ, അതായത് ആ ബിസിനസ്സിൽ പണം മുടക്കിയ ഉടമകൾ. അവരോടുള്ള ഉത്തരവാദിത്തം എന്താണ്? അവരുടെ പണത്തിന് ന്യായമായ ഒരു ലാഭം തിരികെ നൽകണം. 2ാമത്തെ ഗ്രൂപ്പ് തൊഴിലാളികൾ. അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കണം. അതുപോലെ അവർക്ക് അപകടമൊന്നും പറ്റാത്ത സുരക്ഷിതമായ ഒരു ജോലിസ്ഥലം ഒരുക്കി കൊടുക്കണം. 3ാമത്തെ ഗ്രൂപ്പ് നമ്മളെപ്പോലെയുള്ള ഉപഭോക്താക്കൾ. നമുക്ക് നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് നൽകണം. നമ്മളെ പറ്റിക്കരുത്. 4ാമത്തെ ഗ്രൂപ്പ് ഗവൺമെന്റും സമൂഹവും. രാജ്യത്തെ നിയമങ്ങളനുസരിക്കണം, കൃത്യമായി ടാക്സ് അടയ്ക്കണം, പിന്നെ നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിക്കാതിരിക്കണം. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയിൽ ഈ ചോദ്യങ്ങളൊക്കെ വന്നാൽ എങ്ങനെ ഉത്തരമെഴുതി മുഴുവൻ മാർക്കും നേടാമെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പരീക്ഷയിലൊരു വലിയ ചോദ്യത്തിന് ഉത്തരമെഴുതുമ്പോൾ ഈ 4 സ്റ്റെപ്പുകൾ ഓർത്തുവെച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാം. ഇത് നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് വളരെ ഇഷ്ടമാകും. സ്റ്റെപ്പ് 1, ഒരാമുഖം. ചോദ്യം എന്താണെന്ന് ഒരൊറ്റ വാചകത്തിൽ എഴുതുക. സ്റ്റെപ്പ് 2, തലക്കെട്ടുകൾ. നിങ്ങളുടെ ഉത്തരത്തിലെ പ്രധാന പോയിന്റുകളുണ്ടല്ലോ, അത് തലക്കെട്ടുകളായിട്ട് ലിസ്റ്റ് ചെയ്യുക. സ്റ്റെപ്പ് 3, വിശദീകരണം. ഓരോ തലക്കെട്ടിനെയും 2ഓ 3ഓ വാചകത്തിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുക. സ്റ്റെപ്പ് 4, ഒരു ഉപസംഹാരം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുക. ഈ രീതിയിൽ എഴുതിയാൽ നിങ്ങളുടെ ഉത്തരം വളരെ വ്യക്തവും ചിട്ടയുള്ളതുമായി കാണപ്പെടും. അതിനാണ് മാർക്ക് കിട്ടുന്നത്. നമ്മൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപുള്ള അവസാനത്തെ മിനുക്കുപണികളാണ്. സാധാരണയായി വിദ്യാർത്ഥികൾ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതെന്നും നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഫൈനൽ ചെക്ക് ലിസ്റ്റായിട്ട് കരുതിയാൽ മതി. ഇവിടെയാണ് പലർക്കും മാർക്ക് നഷ്ടപ്പെടുന്നത്. ഈ തെറ്റുകൾ നിങ്ങൾ വരുത്തരുത്. 1ാമത്തെ തെറ്റ്, ലീഗൽ റെസ്പോൺസിബിലിറ്റിയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. നിയമമനുസരിക്കുന്നത് ലീഗൽ, അതിനപ്പുറം നല്ലത് ചെയ്യുന്നത് സോഷ്യൽ. ഇത് മാറിപ്പോകരുത്. 2, വെറുതെ തലക്കെട്ടുകൾ മാത്രം എഴുതിവെക്കരുത്. ഓരോന്നിനും ഒരു ചെറിയ വിശദീകരണം നിർബന്ധമായും കൊടുക്കണം. 3, അനുകൂലവാദങ്ങളും പ്രതികൂലവാദങ്ങളും തമ്മിൽ കലർത്തരുത്. ചോദ്യത്തിൽ ഏതാണോ ചോദിച്ചത് അത് മാത്രം എഴുതുക. എപ്പോഴും ചോദ്യം 2 തവണ വായിച്ചതിനു ശേഷം മാത്രം ഉത്തരം എഴുതി തുടങ്ങുക. ഈ അധ്യായത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും ഇപ്പോൾ പറയുന്ന ഈ ഭാഗങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇത് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. സാമൂഹിക ഉത്തരവാദിത്തത്തെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായ വാദങ്ങൾ, വിവിധ ഗ്രൂപ്പുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, പിന്നെ ബിസിനസ് എത്തിക്സിന്റെ ഘടകങ്ങൾ. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ടായിരിക്കണം. ഇനി നമ്മൾ പഠിച്ചതെല്ലാം ഒറ്റ നോട്ടത്തിൽ ഓർത്തെടുക്കാം. ഈ കാണുന്ന പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ്. വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ ഒന്ന് നിർത്തിയിട്ട് ഇത് ശ്രദ്ധിച്ചു വായിക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഇത് പരീക്ഷയുടെ തലേദിവസം പെട്ടെന്ന് നോക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇതിൽ ഈ അധ്യായത്തിന്റെ മുഴുവൻ സാരാംശവുമുണ്ട്. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയേ ഉള്ളൂ എന്നോർത്ത് പേടിക്കുകയൊന്നും വേണ്ട. ഈ 7 ദിവസത്തെ പ്ലാൻ കൃത്യമായിട്ട് പിന്തുടർന്നാൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ആദ്യത്തെ 2 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഡിയോ ഒന്നുകൂടി കേൾക്കുക, ഒപ്പം പാഠപുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത 2 ദിവസം, അതായത് 3ഉം 4ഉം ദിവസം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളെടുത്ത് ഉത്തരമെഴുതി പരിശീലിക്കുക. എഴുതി പഠിക്കുന്നത് വളരെ പ്രധാനമാണ്. 5ഉം 6ഉം ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയ നോട്ടുകളും ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗങ്ങളും വീണ്ടും വായിക്കുക. അവസാന ദിവസം, അതായത് 7ാം ദിവസം,
പുതിയതൊന്നും പഠിക്കാൻ പോകരുത്, നന്നായി വിശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ സമ്മറി ടേബിൾ മാത്രം ഒന്നുകൂടി നോക്കുക. ഇത്രയും മതി, നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഈ അധ്യായം അത്ര പ്രയാസമുള്ളതൊന്നുമല്ലല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ പ്ലാൻ അനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്കിതിൽ നിന്ന് മുഴുവൻ മാർക്കും നേടാനാകും. നിങ്ങളെക്കൊണ്ട് അത് സാധിക്കും. ആത്മവിശ്വാസത്തോട് പോയി പരീക്ഷ എഴുതുക. എൻ്റെ എല്ലാ ആശംസകളും. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചിന്തിക്കാൻ തരുന്നു. ഒരു കമ്പനി ഒരുപാട് ലാഭമുണ്ടാക്കുന്നതും സമൂഹത്തിന് നല്ലത് ചെയ്യുന്നതും ഒരേ സമയം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണോ? അതോ ഒന്നിന് മറ്റൊന്നിനെ സഹായിക്കാൻ കഴിയുമോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.